ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാനും അത് പോസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയി അതിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ ഓഫീസിലിരുന്ന് പലപ്പോഴായിട്ട് എടുത്ത വീഡിയോസും അങ്ങനെ എല്ലാം കൂടി കൂട്ടിച്ചെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഓഫീസിൽ സമയം പോകാതിരുന്ന് ഇങ്ങനെ നോക്കി 9 മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഇതൊന്നും പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച വീക്കെൻഡ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പുറത്ത് പോയത്. ഞാനും ഞങ്ങളുടെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്ത് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. ദോഹയിൽ DCCയിൽ എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ്. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി, പിന്നെ നമ്മുടെ മോളിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങി എല്ലാം എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. അത്യാവശ്യം വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കണം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോയ ആ ഒരു മോളിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ പല നമ്മുടെ ബെൻസിൻ്റെയും അങ്ങനെ പല മോഡലുള്ള പെർഫ്യൂംസൊക്കെ അവിടെ കണ്ടു. അപ്പോൾ വെറൈറ്റീസൊക്കെ കണ്ടപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് കണ്ടോ ക്യാമറ, ഞാൻ ആദ്യം കണ്ടപ്പോൾ കൊള്ളാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കയ്യിലൊക്കെ എടുത്ത് കൗതുകം അങ്ങനെ കയ്യിലെടുത്ത് നോക്കിയതാണ് കേട്ടോ. ആ കൗതുകം കൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു കീ ചെയിനാണ് കേട്ടോ. ബെൻസിന് കഴിഞ്ഞപ്പോൾ അടുത്ത ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു. പിന്നെ ഫുൾ അവിടേക്ക് ഒന്ന് കറങ്ങി അങ്ങനെ അധികം കഥകളൊന്നും ഇല്ലാതെ ഒന്ന് കറങ്ങി നടക്കുന്ന ഒരു വീഡിയോസാണ്. നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങി പോകുന്നൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ അവിടെ ഫോട്ടോ എടുക്കാൻ ബൂത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ കുറേ ഫ്ലവേഴ്സ്, പ്ലാസ്റ്റിക്കാണ് എന്നാലും നല്ല രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസം തോന്നി. ഇതേപോലെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പറ്റിയതുപോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി എല്ലാം കണ്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എക്സിബിഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി. അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ എക്സിബിഷൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു കഴിഞ്ഞൊരു വീക്കെൻഡ് അങ്ങനെ ഫുള്ളൊന്ന് കറങ്ങി തീർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ കെട്ടിയെ വിളിക്കാൻ വന്നപ്പോൾ വേഗം പുറത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പാർക്കിങ് അവിടെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ട് വേഗം ചെല്ലാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി തിരിച്ചിങ്ങ് പോകുന്നു കേട്ടോ. അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു കഴിഞ്ഞൊരു വീക്കെൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഖത്തറിൽ ഇപ്പോൾ അത്യാവശ്യം പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാനായിട്ട് കുറച്ച് മടിയൊക്കെയാണ്. അത്യാവശ്യം നല്ല കാറ്റും പൊടിയും ഒക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ കഴിഞ്ഞ വീക്കെൻഡൊക്കെ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈദിൻ്റെ ഹോളിഡേയ്സൊക്കെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കഴിഞ്ഞ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അന്ന് ഫുൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല. രാവിലത്തെ ചായ കൂടി മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് വരെയുള്ള വീഡിയോസാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടയ്ക്ക് വൈകിട്ട് നടക്കാനൊക്കെ പോയപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു, അത്ര തന്നെയുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ലുലുവിലെ ഹോം സെൻറ്ററിൽ പോയത്. അവിടെ കുറേ വെറൈറ്റീസ് കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഒരു അലമാരയില്ലേ പണ്ടത്തെ, അതേപോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ നല്ല വുഡൻ പാറ്റേണിലുള്ള കുറേ ഒത്തിരി വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം റേറ്റ് ഉണ്ടെന്നാലും നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ വെറൈറ്റീസ് അവിടെ നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ആണെങ്കിലും ഡെക്കോർ ഐറ്റംസ് ആണെങ്കിലും അങ്ങനെ കുറേ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് കറങ്ങി വേഗം ഒന്ന് കറങ്ങി കണ്ടു. പിന്നെ ഇതൊക്കെ നമ്മുടെ ബെഡ്റൂം സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ട് നല്ല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഓടി നടന്ന് ഒന്ന് കാണുകയാണ്. ഇത് ഞാൻ കുറച്ച് സ്പീഡിലിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടും വെറൈറ്റി തോന്നുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളാണ് കേട്ടോ. കുറേ വെറൈറ്റിയിൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ദോഹയിലുള്ളവർ സമയമുള്ളപ്പോൾ അവിടേക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ നല്ല രസം തോന്നും. നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കുകയും ചെയ്യാമല്ലോ. അത്യാവശ്യം റേറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ തൊട്ട കൈ പൊള്ളുന്നതുകൊണ്ട് നമ്മൾ ആ പരിസരത്തോട്ടൊന്നും വരത്തില്ല. ഡൈനിങ് ടേബിൾ ഞാൻ ഇതൊന്നുമല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഞാനിപ്പോൾ കാണിച്ചിരുന്നേ. അതിൽ കുറേ വെറൈറ്റീസ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഫുൾ സെറ്റാണ്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഒരു പക്ക ഒരു വീട്ടിൽ ചെന്നാൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇത് കണ്ടു നല്ല ഭംഗിയില്ലേ, ആ ഒരു റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ ആ ഒരു ഫീലായിരുന്നു. ഈ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്കത് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ.
അപ്പം കുറേ നേരം ഈ ഡെക്കോർ ഐറ്റംസും ഈ പീസുകളൊക്കെ ഇതൊക്കെ കണ്ട് ഫുൾ എൻജോയ് ചെയ്തു. പിന്നെ രാവിലെ കാച്ചിൽ പുഴുങ്ങിയ മീൻകറിയായിരുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ഇട്ട് ബൈ.